നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുത്ത് ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ പ്രപഞ്ചം മുഴുവൻ സ്നേഹം വ്യാപിക്കുന്നതായി അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, എല്ലാവരുടെയും ഹൃദയങ്ങൾ സ്നേഹത്താൽ കണക്റ്റഡ് ആണെന്നും സ്നേഹത്തിൻ്റെ ആ ദിവ്യ സ്രോതസ്സുമായി എല്ലാ ഹൃദയങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു, കണക്റ്റഡ് ആണെന്നും എന്നുള്ള ആ സങ്കല്പത്തോട് കൂടി ഈ കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് പതുക്കെ കണ്ണുകൾ തുറക്കും. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഈ ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവരെയും ഹാർട്ട്ഫുള്ളസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യും. എങ്ങനെ ജോയിൻ ചെയ്യണം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിവിങ് ദ ഗോൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞത് ആനന്ദം നിറഞ്ഞ ജീവിതമായിരിക്കും. അതാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം. നമ്മുടെ കോർ വാല്യൂ ആനന്ദമാണ്. ആ ആനന്ദത്തിലിരിക്കുമ്പോൾ നമ്മളിൽ നിന്നുള്ള ആ സ്നേഹം ഒരു തടസ്സവും കൂടാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ഗോൾ, സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്നത്. കാരണം ഒരു ഘട്ടത്തിലും ഒരു നെഗറ്റിവിറ്റി നമ്മളെ തളർത്തില്ല. ഇവിടെയുള്ള എല്ലാം യഥാർത്ഥത്തിൽ എൻ്റെ തന്നെ എക്സ്പ്രഷൻസ് ആണ് എന്ന് തിരിച്ചറിയും. അപ്പോൾ എനിക്ക് വെറുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് സ്നേഹം ഒഴുകുന്നത് എല്ലാ ലോകത്തിലെ പ്രപഞ്ചങ്ങൾക്ക് മുഴുവൻ. അങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ തുടക്കമാണ് നമ്മൾ നമ്മുടെ മെഡിറ്റേഷൻ മുന്നിൽ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ കോറിലേക്ക് എത്തുകയാണ്. ശരിയായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ആ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ അതൊരു പരീക്ഷണശാല എന്ന് പറയും നമ്മുടെ മെഡിറ്റേഷൻ. അതുകൊണ്ടാണ് ഒരു സെപ്പറേറ്റ് മുറി വേണം, ഒരു സെപ്പറേറ്റ് ഇരിപ്പിടം വേണം, സൂര്യോദയത്തിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കണം എന്നെല്ലാം പറയും.
കാരണം ആ യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് എൻ്റെ ഈ ലോവർ സെൽഫ് ഈഗോ കണക്റ്റഡ് ആയിട്ട് ആ യഥാർത്ഥ വ്യക്തമായ വ്യക്തിത്വമായിരിക്കണം ഇവിടെ മാനിഫെസ്റ്റ് ആവും. അപ്പോൾ പ്രപഞ്ചം ഉദിക്കുന്നതിന് മുമ്പ്, പ്രപഞ്ചത്തിലേക്ക് ഞാൻ ഉദിക്കുന്നതിന് മുമ്പ്, ഉണരുന്നതിന് മുമ്പേ ഞാൻ എൻ്റെ യഥാർത്ഥ ആ കണക്ഷനിലേക്ക് കണക്റ്റഡ് ആവും, യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് കണക്റ്റഡ് ആവും. അപ്പം അതിൻ്റെ സ്റ്റെപ്സാണ് വരുന്നത്. അപ്പോൾ ബാബുജി മഹാരാജ് സഹജമാർഗത്തിൻ്റെ 10 പ്രമാണങ്ങൾ, ആദ്യത്തെ പ്രമാണത്തിൽ വേറൊരു മെഡിറ്റേഷൻ റൂം വേണം, ഒരു ഇരിപ്പിടം വേണം, പിന്നെ ഇമ്പോർട്ടൻ്റ് പോസ്ചർ ശ്രദ്ധിക്കുന്നത്, ഒരേ ആസനത്തിരുന്ന് ധ്യാനിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയത്, നമ്മൾ സാധാരണ നമ്മൾ ഇരിക്കുമ്പോൾ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പോസ്ചറിനെ പറ്റി ശ്രദ്ധിക്കില്ല. ക്ലാസ്സിലിരിക്കുമ്പോൾ അറ്റൻറ്റീവായിട്ട് ഇരിക്കണം എന്ന് പറയും. എങ്ങനെയാണ് അറ്റൻറ്റീവായിട്ട് ഇരിക്കുക? ഒരു കുട്ടിയുടെ ഇരിപ്പം അനുഭവത്തിന് മനസ്സിലാവും കുട്ടി അറ്റൻറ്റീവാണ്. അപ്പോൾ ഫ്രണ്ടിലേക്ക് ഇരുന്ന് കൈകൾ അടുപ്പിച്ച് കാലുകൾ അടുപ്പിച്ചിട്ട് ടീച്ചറുടെ മുഖത്തേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കും. അതാണ് അറ്റൻറ്റീവ്നെസ്. റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുക, കാലിങ്ങനെ വിടർത്തിരിക്കുക, കാല് വെച്ചിരിക്കുക, അതൊക്കെ അറ്റൻറ്റീവ്നെസ് ഇല്ല എന്നുള്ള ബോഡി ലാംഗ്വേജിനാണ് കാണുന്നത്. ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ആ വ്യക്തിയുടെ സ്വഭാവവിശേഷതകൾ ബോഡി ലാംഗ്വേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ ശ്രദ്ധിക്കുക, നമ്മളെങ്ങനെയാണ് ഇരിക്കുന്നത്, ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും ഞാൻ ശ്രദ്ധിക്കുക, സകല ഭാഗം എല്ലാ സെൻസുകളെയും നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് കണക്റ്റഡ് ആണെന്നുള്ള ബോധ്യം വരുത്തും. അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു പ്രിപ്പറേഷൻ, റിലാക്സേഷൻ എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് നമ്മൾ ടോട്ടൽ അറ്റൻറ്റീവ്നെസ്, മൈൻഡ്, ബോഡി ആൻഡ് സോൾ. ആ ബോഡിയെ ആദ്യം ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. കാലിൻ്റെ ടിപ്പ് തൊട്ട് തലയുടെ ടോപ്പ് വരെ എല്ലാ ഭാഗവും ഈ ചെയ്യുന്ന സാധനയിലേക്ക് കയറും. അതാണ് അറ്റൻറ്റീവ്നെസ്. അതിനാണ് ഒരു ആസനത്തിൽ ഇരിക്കുക, നമ്മുടെ അറ്റൻറ്റീവ്നെസ്. നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു കാര്യം. ശരിയായിട്ടുള്ള ആ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്ന, മാസ്റ്റർ എന്ന് വിളിക്കുന്ന ആ ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. വേറൊന്നും എനിക്ക് കേൾക്കണം. അർജുനന്റെ കഥ കേട്ടു. ദ്രോണാചാര്യരെ എല്ലാ ശിഷ്യന്മാരോടും ഒരു മരത്തിന്റെ മുകളിലിരിക്കുന്ന ഒരു പക്ഷിയുടെ വലത്തെ കണ്ണിലേക്ക് അസ്ത്രം അയക്കണമെന്ന് പറയും. അപ്പോൾ പലരും പലതും കാണുന്നു, മറ്റുള്ളവരെല്ലാം. പക്ഷെ അർജുനൻ കാണുന്നത് വലത്തെ കണ്ണ് മാത്രം, വേറെ ഒന്നും അർജുനൻ കാണുന്നില്ല. ഇതാണ് ഫോക്കസ്. അപ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള ഫോക്കസിലേക്ക് കൊണ്ടുവരാൻ ശരീരത്തെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവരണം. അപ്പം അതിനാണ് നമ്മൾ ആദ്യം തന്നെ വൃത്തിയായിട്ടിരിക്കണം, ആരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കണം. പിന്നെ നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. ആരും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെങ്ങനെ ഇരുന്നാൽ ആരാ അറിയുന്നത്? ഒറ്റയ്ക്ക് ഇരിക്കുന്ന നമ്മൾ എങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ വൃത്തത്തിൽ ശ്രദ്ധിക്കുക, നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. അതാണ് ശരിക്കും ആസനം എന്ന് പറയുന്നത്. സ്ഥിരം സുഖം ആസനം എന്നാണ് പതഞ്ജലി മഹർഷി പറയുന്നത്. അപ്പം ഈ തരത്തിൽ ആസനം എന്ന് പറയുന്നത് ഈ ആധ്യാത്മിക പുരോഗതിക്കുള്ള ഒരു ഘട്ടമാണ്. യമം, നിയമം, ആസനം. അപ്പോൾ അതൊരു സെപ്പറേറ്റ് ആയിട്ട് ഫിസിക്കൽ എക്സസൈസ് ആയിട്ട് നമ്മളതിനെ ഉപയോഗിക്കുമ്പോൾ നമ്മളതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കും. ഒരു ഫിസിക്കൽ എക്സസൈസ്, സാധാരണ ഒരു ഫിസിക്കൽ എക്സസൈസും ആസനവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഫിസിക്കൽ എക്സസൈസ് ബോഡി ബിൽഡിങ്ങിനാണ് ശ്രദ്ധിക്കും. ഫിസിക്കൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ടയേർഡാവും, എനിക്ക് റെസ്റ്റ് വേണം, വെള്ളം കുടിക്കുക, ക്ഷീണിക്കുക, വേർത്ത് കുടിച്ചിട്ട് ഇരിക്കും. യോഗാസനം കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമ്മൾ റിലാക്സ്ഡ് ആണ്. ബോഡീൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വളരെ പതുക്കെ റിലാക്സ്ഡ് ആയിട്ട് ജോയ്ഫുൾ ആയിട്ട് നമ്മളുള്ളിലേക്ക് ചെയ്യും. അപ്പോൾ ആ ജോയ് ബോഡിയുടെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കുന്നു, മനസ്സിനെ കേന്ദ്രീകൃതമാക്കാനും ശ്രദ്ധിക്കും. ഇതാണ് യോഗ, ആസനം, ഫിസിക്കൽ എക്സസൈസ് തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമാണ്. അപ്പോൾ ഈ ആസനങ്ങൾ നമ്മൾ മെഡിറ്റേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനതിൻ്റെ പർപ്പസ് സെർവ് ചെയ്യുന്നില്ല. പർപ്പസ് എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ അതിനുള്ള ഒരു അറ്റൻറ്റീവ്നെസ്. ഇപ്പോൾ പഴയ ഋഷിമാർ, അവർക്ക് പ്രഗത്ഭരായിട്ടുള്ള റിസർച്ച് ചെയ്ത സയൻറ്റിസ്റ്റുമാരും അവർക്ക് മനസ്സിലായി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ അധികം നേരം ഇരിക്കുകയാണെങ്കിൽ കൈയോ കാലിലോ തരിപ്പുണ്ടാവും. നമുക്കറിയാം, ചമ്രം മെണിഞ്ഞിൻ്റെ കാല് തിരിക്കും. കുറേ നിൽക്കുകയാണെങ്കിൽ തലയിലേക്ക് രക്തോട്ടം ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ തലാർക്കം വരും. കൈ ശ്രദ്ധിക്കും, കൈ നമ്മൾ ഒരു പോസ്റ്റ് ചെയ്താൽ കൈ തിരിക്കും, വായ ചലിപ്പിച്ച വായയ്ക്ക് പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ മറികടക്കാനായിട്ട് പല പല തരത്തിലുള്ള ഫിസിക്കൽ പോസ്റ്റേഴ്സ് ഡിസ്കവർ ചെയ്യും. ഓരോ സമയത്ത് ഓരോ പോസ്റ്റർ. ഇത് മെഡിറ്റേഷനെ എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യേണ്ട കാര്യമില്ല.
സഹജമാർഗത്തിൽ നമ്മുടെ മാസ്റ്റേഴ്സ് മാക്സിമം 1 മണിക്കൂർ മാത്രമേ മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ പോസ്റ്റേഴ്സിൽ നമ്മൾ കൂടുതൽ സമയം കളയേണ്ട ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും നല്ലതുണ്ട്. നമുക്ക് എല്ലാം ചെയ്യണം, ബോഡി എക്സസൈസ് ഇപ്പം ഞാനും ചെയ്യാറുണ്ട്. എല്ലാ ഭാഗങ്ങളും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന സാധാരണ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ്. കാരണം ആ ജോയ്ഫുൾ ആറ്റിറ്റ്യൂഡ്, ആദ്യം നമ്മൾ റിലാക്സ് ചെയ്യുന്ന മെഡിറ്റേഷനിലേക്ക് പോകും. ഇത് ജോയ് ഷെയർ ചെയ്യാനാണ് എക്സസൈസ്. ബോഡിയിലേക്കൊക്കെ ഈ എൻലൈവൻ ചെയ്യാതെ ആദ്യം. അപ്പോൾ രണ്ടും നടക്കും. ഇതാണ് ഞാൻ ചെയ്യുന്നത്. അത് പ്രാക്ടിക്കലായിട്ട് ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ആസനത്തിരിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യം. കുട്ടികളെ പിടിച്ചിരിക്കുന്നു, തവളേനെ ഗണപതിക്ക് വയ്ക്കാൻ നിൽക്കുന്നു, തവളയെ പിടിച്ച് ഗണപതിയുടെ മുമ്പിൽ കയറി തുള്ളിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്തിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലരും മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാത്തത്. ഇവിടെ ഇരിക്കും പെട്ടെന്ന് പുറത്ത് പോകണം, പെട്ടെന്ന് മൊബൈൽ റിങ്ങിക്കൊണ്ട് പോകുന്നു, ആരും എന്നെ വിളിക്കുന്നത് എണ്ണീറ്റ് പോകുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പഠിക്കുക എന്നുള്ളത് വലിയൊരു പഠനമാണ്. ബി പ്രസൻറ്റ്, ബി അവൈലബിൾ. ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ രാവിലെ തുറക്കുക, വൈകുന്നേരം ആരും വന്നില്ല. ഇപ്പം ഞങ്ങൾ കാസർഗോഡ് ആശുപത്രി തുടങ്ങി ചില ദിവസം ഒരു വേസ്റ്റില്ല. കുന്നിൻ്റെ മുകളിലാണ്. ഒരു ആദ്യത്തെ മാസം വന്നത് 20 വേസ്റ്റ് കിട്ടും. പക്ഷേ രാവിലെ കറക്റ്റ് 8:30 തുറക്കും, വൈകുന്നേരം 5 മണി. കാരണം ആ ഇടയിലായിരിക്കും ഒരാൾ വരുന്നുണ്ടാവും. ആ വരുന്ന ആളൊക്കെ എന്തായാലും അടുത്ത ആൾ വരും. അതുപോലെ നമ്മൾ അവൈലബിൾ ആണ്. എപ്പോഴാണ് ഈ കണക്ഷൻ ലഭിക്കുക? എൻ്റെ മാസ്റ്ററുമായിട്ട്, എൻ്റെ ആ സുപ്രീം പേഴ്സണായിട്ട് ഞാൻ എപ്പോഴും കണക്ട് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഇച്ഛപ്രകാരം ഇങ്ങനെയാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. അദ്ദേഹം വരും, VIP വരും, നമ്മൾ റെഡി ആയിട്ട് ഞാൻ ഈ ടൈമിൽ അവൈലബിൾ ആണ്, ഈ സമയത്ത് ഞാൻ എൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളുമായി ഞാൻ അവൈലബിൾ ആണ്, അങ്ങനെ ഞാൻ വെൽക്കം ചെയ്യുന്നു എന്നുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി നമ്മൾ ഇരിക്കുകയാണ്. ആസനം പെർഫെക്റ്റ്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ആ ഫിസിക്കൽ പോസ്റ്റർ തനതാനെ വന്നു ചെയ്യും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് വേണം എന്നുള്ളത്. നമ്മുടെ മനസ്സിൻ്റെ ലക്ഷ്യം അദ്ദേഹത്തെ പോലെ ആയിത്തീരുക എന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ നമുക്ക് അവസാനിക്കാം. ഇനിയും ഇതേ കാര്യത്തെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം.